ഗുരുവായൂരെ ഏകാദശിയുടെ ഈ പുണ്യനാളുകളിൽ നമുക്ക് ഈ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം എങ്ങനെയാണ് ഗുരുവായൂരിലെത്തിയത്, ആരാണ് അവിടെ പ്രതിഷ്ഠിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് ചിന്ത ചെയ്യാം. ഈ വിഗ്രഹം നമ്മൾ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നൊക്കെ പറയുമെങ്കിലും ഈ വിഗ്രഹം ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം തന്നെയാണ്. ഈ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം രൂപകൽപ്പന ചെയ്തതും അത് നിർമ്മിച്ചതും സാക്ഷാൽ മഹാവിഷ്ണു ആദിനാരായണൻ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. ഈ വിഗ്രഹം എന്നിട്ട് ലോകോപകാരാർത്ഥം ഇദ്ദേഹം ബ്രഹ്മദേവന് സമ്മാനിച്ചു. ബ്രഹ്മദേവനോ ഈ വിഗ്രഹത്തെ എന്നിട്ട് സുതപസ്സിന് കൊടുത്തു. സുതപസ്സാകട്ടെ അത് കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ മഹർഷിക്ക് കൊടുത്തു. കാശ്യപ മഹർഷിക്കാണ് കൊടുത്തത്. ഈ കാശ്യപ മഹർഷിയായിട്ട് ഈ വിഗ്രഹത്തെ നമ്മുടെ വസുദേവർക്ക് കൊടുത്തു. വസുദേവർ ആരാന്നറിയാമല്ലോ. അങ്ങനെ അദ്ദേഹം പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹമാണിത്. കാലക്രമത്തിൽ ഈ വിഗ്രഹം ശ്രീകൃഷ്ണ ഭഗവാന്റെ കയ്യിലെത്തി. അപ്പോൾ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ അത് പൂജിക്കാൻ തുടങ്ങി. അങ്ങനെ ശ്രീകൃഷ്ണൻ പൂജിച്ചുകൊണ്ടിരുന്ന ആ വിഗ്രഹം അദ്ദേഹത്തിൻ്റെ സ്വധാമപ്രാപ്തിയുടെ സമയത്ത്, അതായത് ഈ ലോകത്ത് നിന്നും പിരിഞ്ഞു പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം വായുവും ഗുരുവും കൂടി ഈ വിഗ്രഹത്തെ പതുക്കെ കൊണ്ടുവന്ന് അങ്ങനെ നമ്മളുടെ കേരളത്തിലെത്തിച്ചു. ദ്വാരകയിൽ നിന്ന് കേരളത്തിൽ വരെ ആ വിഗ്രഹം എത്തി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ പ്രതിഷ്ഠിക്കാൻ പറ്റിയ ഒരു സ്ഥാനം അങ്ങനെ നോക്കി. അത് കഴിഞ്ഞപ്പോൾ ഈ പ്രദേശം നല്ലതാണെന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ മഹാദേവൻ അവിടെയുണ്ട്. മഹാദേവൻ്റെ ആഗ്രഹപ്രകാരം ഇല്ലെങ്കിൽ ആജ്ഞപ്രകാരമാണ് ഈ വിഗ്രഹം അദ്ദേഹത്തിന് മേൽനോട്ടത്തിൽ ഈ ഗുരുവായൂർ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. മഹാദേവൻ എല്ലാത്തിനും മേൽനോട്ടം വഹിച്ചതിന് ശേഷം അദ്ദേഹവും വരുന്നു. അങ്ങനെയാണ് ഈ നമ്മളുടെ ഈ പാതാളാഞ്ജനശലിയിൽ തീർത്ത ഈ വിഗ്രഹം അവിടെ നിന്ന്, അതായത് മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മളുടെ ഗുരുവായൂരെത്തിയത് എന്നാണ് പറയപ്പെടുന്നത്.